വലിയൊരു ദുരന്തത്തെ കേരളം ചരിത്രത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു അസ്വാഭാവികത, അതല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിനു മുൻപൊക്കെ കണ്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലൊക്കെ ഇത്തരത്തിലുള്ള ഉത്തരവൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് മാധ്യമങ്ങൾ മിണ്ടാൻ പാടില്ല, അതല്ലെങ്കിൽ ഈ ശാസ്ത്രജ്ഞരടക്കമുള്ള ആളുകൾ ഈ ദുരന്ത സ്ഥലത്തേക്ക് ചെല്ലാൻ പാടില്ല, അത്തരത്തിലുള്ള ആരെയും അങ്ങോട്ട് അടുപ്പിക്കരുത്, അവിടെ നടന്നിട്ടുള്ള യഥാർത്ഥ ദുരന്തം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ പാടില്ല, സർക്കാരിനെതിരെ മിണ്ടാൻ പാടില്ല, സർക്കാരിനെതിരെ ആരും പ്രതികരിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ നമ്മൾക്കൊക്കെ സംസാരിക്കാനും നമ്മുടെ അവകാശങ്ങൾ പറയാനും സംസാരിക്കാനും ഉള്ള ഒരു ആർട്ടിക്കിൾ 19 എന്ന ആ ഒരു ഭരണഘടനയിൽ പോലും എഴുതി വെച്ചിട്ടുള്ള ഒരു അവകാശമുണ്ട്. അതിനെതിരെ പോലും ഇത്ര കണ്ട് ഈ പറയുന്ന പിണറായി സർക്കാർ പെരുമാറുന്ന ഒരു അസാധാരണ സംഭവമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പിന്നീട് പിണറായി വിജയൻ അത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം, അതല്ലെങ്കിൽ മാധ്യമങ്ങളിലടക്കം കൃത്യമായിട്ടും അയാൾക്കെതിരെ വരുന്നു എന്ന് കണ്ടപ്പോൾ അത് തിരുത്തിക്കൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്റെ ചുമലിലേക്ക് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് സാർ ഈ ഒരു ഉത്തരവിനെ, എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പ്രാഥമികമായിട്ട് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എങ്ങനെയാണോ പെരുമാറേണ്ടത് തികച്ചും ആ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിൽ പണ്ട് എങ്ങനെയാണോ അവിടുത്തെ ഭരണാധികാരികൾ പെരുമാറിയത്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയിലും കൊറിയയിലും ക്യൂബയിലുമൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ എങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതേപടി കമ്മ്യൂണിസത്തിന് അനുയോജ്യമായ 100% ലക്ഷണമൊത്ത ഒരു ഏകാധിപത്യമാണ് ഇന്ന് പിണറായി വിജയൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യ അവകാശത്തെക്കുറിച്ചും ശാസ്ത്രീയ അവബോധത്തെക്കുറിച്ചുമെല്ലാം വാതോരാതെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ ഒരു ഉത്തരവ് ഇറക്കി എന്ന് പറയുമ്പോൾ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരി നമ്മുടെ ഭാവിയെയും നമ്മുടെ ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കുന്ന വലിയ ഒരു ശാസ്ത്ര വസ്തുത ഉണ്ട്. 1970 ജിയോളജിക്കൽ സർവേ പ്രകാരം വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3 ഭാഗമായി വേർതിരിച്ചിട്ടുണ്ട്. അതായത് ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാവുന്ന മേഖല, ഉരുൾപൊട്ടൽ പതിവായി സംഭവിക്കാവുന്ന മേഖല, ഉരുൾപൊട്ടലിന് നേരിയ സാധ്യതയുള്ള മേഖല, ഇങ്ങനെ 3 ആയിട്ട് പശ്ചിമഘട്ടത്തെ 1970 ജിയോളജിക്കൽ സർവേ നിർവചിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അത് മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് 2019 മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന പുത്തുമല, പച്ചക്കാട് എന്ന സ്ഥലങ്ങളിൽ ഉണ്ടായ ദുരനുഭവം. 1970 ജിയോളജിക്കൽ സർവേയിൽ പറഞ്ഞിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ദുരന്തം ഉണ്ടായത്. അങ്ങനെ അതിനു മുമ്പ് 1984 മുണ്ടക്കൈ ഏലത്തോട്ടത്തില് ഉരുൾപൊട്ടുകയുണ്ടായി. അന്നുണ്ടായ ആ മണ്ണിടിച്ചിലിൽ 10 ശവശരീരങ്ങൾ മാത്രമേ അന്ന് കണ്ടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ളൂ. എത്ര പേര് മണ്ണിനടിയിൽ പെട്ടു എന്നുള്ളതിന് അന്നും കണക്കില്ല, ഇന്നും കണക്കില്ല. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഈ ജിയോളജിക്കൽ സർവേയുടെ മുന്നറിയിപ്പ് വളരെ സത്യമായിരുന്നു എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ തെളിവാണ്. ഇതൊക്കെ സർക്കാരിന്റെ മുമ്പിലുണ്ട് എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, അവിടെ ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ ഇടപെടണം എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ സൂചന ഉണ്ട്. ഇന്ന് ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഗവേഷകന്മാരോ ഇനി ഈ വിഷയം അറിയുന്ന പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ വിവരമുള്ള ആൾക്കാരോ വിദ്യാർത്ഥികൾ പോലുമോ കടന്നു ചെന്നാൽ ഈ ജിയോളജിക്കൽ സർവേയുടെ വസ്തുതകൾ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടും. എന്ന് മാത്രമല്ല, അത് അതിന്റെ ഒരു വശമാണ്. ഇപ്പൊ ഭരണകൂടം പേടിക്കുന്നത് ഒരുപക്ഷെ അതായിരിക്കാം. പക്ഷെ ജനങ്ങൾക്ക് വരുന്ന വലിയൊരു നഷ്ടമുണ്ട്. ഈ ജിയോളജിക്കൽ സർവേ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ മഹാദുരന്തം വലിയ ഒരു ഭൂവിഭാഗത്തെ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞുകൊണ്ടും ഇനിയും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം മനുഷ്യനാശം ഉണ്ടായിക്കൊണ്ടുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്താണ് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് ഞാൻ പിന്നാലെ വ്യക്തമായിട്ട് പറയാം. അതിന് CBET ഫാക്ടേഴ്സ് എന്ന് പറയുന്ന
ശാസ്ത്രീയമായ 4 തരത്തിലുള്ള വിലയിരുത്തലുകൾ ആവശ്യമാണ്. ഈ വിലയിരുത്തലുകൾ CBET ഫാക്ടേഴ്സിന്റെ വിലയിരുത്തൽ നടത്തണമെങ്കിൽ അത് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടാകുന്ന സമയത്താണ് നടത്തേണ്ടത്. അത് കഴിഞ്ഞ് വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് പിന്നെ നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ 1970 എന്ന് പറയുമ്പോൾ 54 വർഷങ്ങൾക്ക് മുൻപ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയ മാപ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇത് മറ്റൊരു മാധ്യമവും അങ്ങനെ പുറത്തുവിടില്ല എന്നുള്ളത് കൊണ്ടും ഇത് ഇവിടുത്തെ ഗവൺമെന്റ് ഒളിച്ചു വെക്കും എന്നുള്ളത് കൊണ്ടും ഇത് ഇവിടുത്തെ ജനങ്ങൾ അറിയേണ്ടതാണ്. കാരണം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഈ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് എവിടെയൊക്കെ ഉരുൾ പൊട്ടും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടാകും എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിന് ഭൂപടമുണ്ട്. ഈ ഭൂപടം സർക്കാരിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ കൈവശം ഇന്നിരിക്കുന്ന ഈ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്ഥലങ്ങൾ ഞാൻ ചുരുക്കി ഒന്ന് വായിക്കാം. കാരണം ഇത് ജനങ്ങൾക്ക് അറിയേണ്ടത് ആവശ്യമാണ്. ഇത് മറ്റാരും ജനങ്ങളെ അറിയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് വായിക്കാം. മുണ്ടക്കൈ, ചൂരൽമല, അമ്പുകുത്തിമല, നീലിമല, അട്ടമല, എളമ്പേരിക്കുന്ന്, സുഗന്ധഗിരി, പൊഴുതന, കുറിച്യാർമല, ബാണാസുരമല, തൊണ്ടൻമുടി, പേരിയ, വാളാട്, ആലാറ്റിൽ, മക്കിമല, കമ്പമല, ബ്രഹ്മഗിരി, മണിക്കുന്നുമല, ഗുഡലക്കുന്ന്, കുറുമ്പാലക്കോട്ട, ഇത്രയും സ്ഥലങ്ങൾ 54 വർഷം മുമ്പ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമായി രേഖപ്പെടുത്തി, പേരെഴുതി, മാപ്പ് വരച്ച് അടയാളപ്പെടുത്തി കേരള സർക്കാരിന്റെ കൈവശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെറുതെ അങ്ങ് പറയല്ല. അതിന് CBET ഫാക്ടേഴ്സ് പ്രകാരം വളരെ കൃത്യമായ കാരണങ്ങൾ, ജിയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു വരും. പിണറായി വിജയൻ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ അങ്ങോട്ട് കടത്തിവിട്ടാൽ, മാധ്യമ പ്രവർത്തകരെ കടത്തിവിട്ടാൽ, ഈ വിഷയം അറിയാവുന്ന ഗവേഷകന്മാരെ കടത്തിവിട്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം, ഫോട്ടോ സഹിതം, വീഡിയോ സഹിതം കൃത്യമായി പുറത്തു വരും. കാരണം CBET ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സർക്കാർ ഇപ്പോഴും ഒളിച്ചു വച്ചിരിക്കുന്ന 4 കാര്യങ്ങൾ ഉണ്ട്. അതില് എന്താണ് CBET ഫാക്ടേഴ്സ്? ഇത് പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. കാരണം അവരുടെ ജീവന്റെ പ്രശ്നമാണ്. മന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും ഇതൊന്നും അറിയണ്ട. അവർക്ക് വളരെ ദൂരെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രസ്താവന ഇറക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലും അതല്ലാതെ മറ്റു ജില്ലകളിലും എല്ലാം മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും അറിവിന് വേണ്ടി ഈ CBET ഫാക്ടേഴ്സ് എന്താണ് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, C എന്ന് പറഞ്ഞാൽ ക്ലൈമറ്ററി എന്നാണ്. ക്ലൈമറ്ററി എന്ന് പറഞ്ഞാൽ മഴ കുറവും കൂടുതലും ഉണ്ടാകുന്നതനുസരിച്ച് കൃഷി എവിടെ ചെയ്യണം, മനുഷ്യൻ എവിടെ താമസിക്കണം, കെട്ടിടം എവിടെ വെക്കണം എന്ന് തുടങ്ങി കൃത്യമായ അടയാളപ്പെടുത്തിയിരിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് ക്ലൈമറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് B, ബയോട്ടിക് ഫാക്ടർ. ബയോട്ടിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വനനശീകരണം, കുന്നിടിച്ച് നിരത്തുക, വയൽ നികത്തിയെടുക്കുക, കാറികൾ ഉണ്ടാക്കുക, അതുപോലെ മണ്ണെടുപ്പ് നടത്തുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വസ്തുതകൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ബയോട്ടിക് ഫാക്ടർ. ഈ ബയോട്ടിക് ഫാക്ടറിനകത്ത് അതീവ ഗുരുതരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വയനാട് ജില്ലയില് കബനി നദിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന 1520 കിലോമീറ്റർ നീളം വരുന്ന 7 തരം തോടുകൾ കാണാനില്ല. ഇത് ചെറിയ കാര്യമല്ല. അതായത് അതിന് ജിയോളജിക്കൽ സർവേയുടെ ആ ഒരു പേരുകൾ അവർ കൊടുത്തിരിക്കുന്ന അവരുടെ സയൻസിലെ പേര് ഓർഡർ 1 നീർച്ചാലുകൾ, ഓർഡർ 2 നീർച്ചാലുകൾ എന്ന് തുടങ്ങി ഓർഡർ 7 നീർച്ചാലുകൾ വരെയുണ്ട്. ഇത് മുഴുവനും ഇതെങ്ങനെയാണ് ഈ ഓർഡർ 1 to 7 വരുന്നതെന്ന് പറയാം. ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും ചെറുതുമായ നീർച്ചാലുകളാണ് ഓർഡർ 1.
ഓർഡർ 1 നീർച്ചാലുകൾ പോയി ചേരുന്ന രണ്ടാമത്തെ നീർച്ചാലാണ് ഓർഡർ 2. ഓർഡർ 2 നീർച്ചാല് പോയി ചേരുന്ന മൂന്നാമത്തേതാണ് ഓർഡർ 3. അങ്ങനെ 7ാമത്തേത് വരെ ആകുമ്പോൾ ഇത് കബനി നദിയിലേക്ക് ചേരുന്നു. കബനി നദി എന്ന് പറയുമ്പോൾ ഓർഡർ 8 അവിടെ വരെ എത്തും. ഇങ്ങനെ എത്തുന്ന അനവധി നിരവധി ചെറിയ നീർച്ചാലുകൾ എല്ലാം കൂടി ചേർത്ത് 1520 കിലോമീറ്റർ നീർച്ചാലുകൾ വയനാട് ജില്ലയിൽ ഉണ്ട് എന്ന് 1970 ജിയോളജിക്കൽ സർവേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ 1520 നീർച്ചാല് കാണാനില്ല. എന്ന് പറഞ്ഞാൽ കയ്യേറിയിരിക്കുന്നു. അവിടെയൊക്കെ തോട്ടം വച്ചിരിക്കുന്നു, അവിടെയൊക്കെ കെട്ടിടം വച്ചിരിക്കുന്നു, അവിടെയൊക്കെ റിസോർട്ട് വച്ചിരിക്കുന്നു, അവിടെയൊക്കെ മറ്റു പല നിർമ്മിതികളും ഉണ്ടായിരിക്കുന്നു. ഈ നീർച്ചാലുകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മണ്ണിട്ട് മൂടി സ്വന്തമാക്കി സർവേ നടത്തി അത് സ്വന്തം പേരിൽ ആധാരം എഴുതാതെയോ ഒക്കെ കൈവശപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രദേശത്തില് ഈ ജിയോളജിക്കൽ സർവേ പറയുന്ന ഒരു അപകടമുണ്ട്. അതായത് 70% നീർച്ചാലുകളും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറു തോടുകളാണ് ഈ നീർച്ചാലുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫാക്ടർ എന്ന് പറയുന്നത് എഡാഫിക് ഫാക്ടർ എന്ന് പറയും. എഡാഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഘടന, മണ്ണിന്റെ ആഴം. അതായത് മണ്ണെല്ലാം നിൽക്കുന്നത് പാറപ്പുറത്താണ്. അപ്പൊ പാറയിലേക്ക് മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്ന് എത്ര മീറ്റർ ആഴമുണ്ട്, അത് എത്ര അടുക്കുകളായിട്ടാണ് വന്നിരിക്കുന്നത്, അതിൽ മണൽ എത്രയുണ്ട്, ചരൽ എത്രയുണ്ട്, കളിമണ്ണ് എത്രയുണ്ട്, ചെളി എത്രയുണ്ട്, ഇത് മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് എഡാഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. മണ്ണിന്റെ എഡാഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ കണക്കും സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇനി ടി എന്ന് പറയുന്ന അവസാനത്തേത് 4ാമത്തെ ഫാക്ടർ ടോപ്പോഗ്രാഫിയാണ്. കുന്നുകളുടെ ഉയരം, കുന്നുകളുടെ ചെരിവ്, കുന്നുകളുടെ നീളം, കുന്നുകളുടെ സ്ഥാനം, ഇത്രയും കാര്യങ്ങൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രേഖപ്പെടുത്തിയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് മുൻപ് പറഞ്ഞ അത്രയും പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകും എന്ന്. ഇതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് സാധാരണ ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തു വരുന്ന പൈപ്പിംഗ് പ്രതിഭാസം എന്ന് പറയുന്നത്. എന്താണ് ഈ പൈപ്പിംഗ് പ്രതിഭാസം? പുത്തുമല ദുരന്തമുണ്ടായി ധാരാളം പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഇത് പൈപ്പിംഗ് പ്രതിഭാസം കൊണ്ടുണ്ടായതാണ്. പക്ഷെ ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല, മാധ്യമങ്ങൾ തയ്യാറായില്ല. പൈപ്പിംഗ് പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മരം വെട്ടി കഴിയുമ്പോൾ അതിന്റെ കുറ്റിയും വേരും അവിടെ നിൽക്കുകയാണ്. ഈ വേരുകൾ മണ്ണിലേക്ക് അനേകം മീറ്റർ ആഴത്തിൽ പരപ്പിൽ ഉണ്ടാവും. അതാരും എടുത്തുകൊണ്ട് പോകുന്നില്ല. അത് അവിടെ നിന്ന് അടുത്ത 30 വർഷക്കാലം കൊണ്ട് ദ്രവിച്ച് മണ്ണ് ചേരാതെ അടിയിൽ കൂടി ഹോളുകൾ ഉണ്ടാവും. അത് പൈപ്പായിട്ട് അവിടെ നിൽക്കും, ഹോളായിട്ട് അവിടെ നിൽക്കും. മഴ പെയ്യുന്ന സമയത്ത് ഈ ഹോളുകളിൽ കൂടി വൻതോതിൽ മഴവെള്ളം ഉള്ളിലേക്ക് പ്രവഹിക്കും. ഇത് നമ്മൾ കാണുന്നില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ചവിട്ടുമ്പോൾ താന്നു പോവുകയും ഹോളുണ്ടാവുകയും അല്ലെങ്കിൽ മഴവെള്ളം വന്ന് അകത്തേക്ക് ഊർന്നു വീഴുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പ്രതിഭാസം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കൂടുതലായി ഉണ്ടാകുന്നത്, അപകടകരമാകുന്നത് എപ്രകാരമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് കേരളത്തിന്റെ കുന്നുകളിലും മലകളിലും 1 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അങ്ങനെ പെയ്യുന്ന മഴ വളരെ അപകടകാരിയാണ്. കാരണം മണ്ണിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ വെള്ളം അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈപ്പിംഗ് പ്രതിഭാസം കൂടി ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ മരം വെട്ടിയ ഏതെങ്കിലും ഒരു കാലത്ത് വനം വെട്ടുകയോ റബ്ബർ തോട്ടം വെട്ടുകയോ മറ്റു മരങ്ങൾ വെട്ടുകയോ ചെയ്യുന്നതിന്റെ കുറ്റി ദ്രവിച്ച് മണ്ണിന്റെ ഉള്ളിൽ ഹോളുകൾ ഉണ്ടാക്കുന്ന പൈപ്പ് പോലെ ഉണ്ടാകുന്ന ആ പ്രദേശങ്ങളിലേക്ക് 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ വലിയ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉണ്ടായത് എന്താണ്? 24 മണിക്കൂറിൽ 51 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. അത്രയും മഴ പെയ്തു കഴിയുമ്പോൾ 20 ഡിഗ്രി ചെരിവ് മുതൽ 60 ഡിഗ്രി വരെ ചെരിവുള്ളിടത്ത് തീർച്ചയായിട്ടും ഈ ദുരന്തം ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് 1970 ജിയോളജിക്കൽ സർവേ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കൃത്യവും വ്യക്തവുമായിട്ട് ഈ ഫാക്ടറുകൾ പറയാൻ കാരണം ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കും കിട്ടും. ഈ വസ്തുതകൾ നമ്മുടെ കൈവശം എത്തിയാൽ, ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായാൽ, ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും കേന്ദ്ര ഗവൺമെന്റ് പലതവണ കഴിഞ്ഞ ഒരാഴ്ച, അതായത് ദുരന്തം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പേ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ദുരന്തത്തിന്റെ 16 മണിക്കൂർ മുമ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സ്ഥലമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അനങ്ങാതിരുന്ന സംസ്ഥാന ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് ആണ്
ഈ കൊലപാതകത്തിന്റെ ഒന്നാം പ്രതി, ഈ നൂറുകണക്കിന് ആൾക്കാർ, എത്ര എന്ന് പറയാൻ കഴിയില്ല, നൂറുകണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ഈ മഹാദുരന്തത്തിന്റെ ഒന്നാം പ്രതി കൃത്യമായിട്ട് പിണറായി വിജയനാണ് എന്ന് വിരൽ ചൂണ്ടപ്പെടും. കഴിഞ്ഞ തവണ മഹാപ്രളയം ഉണ്ടായപ്പോൾ അശാസ്ത്രീയമായി ഡാം തുറന്നു വിട്ട എം എം മണിയുടെ മണ്ടത്തരമാണത് എന്ന് പറഞ്ഞതുപോലെ ഇത്തവണ എം എം മണിയെ പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ പിണറായി വിജയന്റെ നേരെ വിരൽ ചൂണ്ടും. അതുകൊണ്ടാണ് പിണറായി വിജയൻ ആരും അങ്ങോട്ട് പോകരുത്, മാധ്യമ പ്രവർത്തകർ പോകരുത്, ശാസ്ത്രജ്ഞന്മാര് പോകരുത്, ഗവേഷകന്മാര് പോകരുത്, പൊതുജനങ്ങൾ കടന്നു വരരുത് എന്നൊക്കെ പറയുന്നത്. എന്തിനേറെ ഭക്ഷണ വസ്തുക്കളുമായിട്ട് ചെല്ലുന്ന ദുരിതാശ്വാസ പ്രവർത്തകരെ പോലും തടയുന്നു, അവരെ പോലും കടത്തിവിടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കിരാത ഭരണം ഈ അവസരത്തിൽ നടക്കുമ്പോഴും പിരിവെടുക്കാൻ ഇദ്ദേഹം മാർക്കൊന്നുമില്ല. അപ്പോഴും പിരിവ് തരണം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ കൊടുത്ത പിരിവൊക്കെ ആരെങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് പിരിവ് ആരും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ ഒരു ഇരുമ്പ് മറയുണ്ടാക്കി ഈ ദുരന്തത്തെ ലോകത്തിന് മുമ്പിൽ നിന്ന് ഒളിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ ഉത്തരവിൽ കൂടി നടപ്പാക്കിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ബുദ്ധിജീവികൾ, പത്രപ്രവർത്തകർ, ശാസ്ത്രകാരന്മാർ, സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകർ ഒന്നും പിണറായി വിജയനെ എതിരെ ഒരക്ഷരം കമാന്ന് മിണ്ടുന്നില്ല. അവിടെയാണ് ഇന്നിപ്പോൾ ശ്രീ ബൈജു ഈ ഒരു വലിയ ധൈര്യം കാണിച്ചിരിക്കുന്നത്, മീഡിയയിലൂടെ ഈ വസ്തുതകൾ പുറത്തു പറയാൻ എനിക്കെങ്കിലും അവസരം നൽകിയത്. ഏതായാലും കേരളത്തിന്റെ പൊതുസമൂഹം ഈ സത്യം അറിയണം, ഈ വസ്തുതകൾ ചർച്ച ചെയ്യണം. അപ്പോഴാണ് എത്ര ക്രൂരനും ഭീകരനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് കേരളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.